വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ പോളിനോമിയൽസിലെ എക്സസൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 9 ഇതാണ്. വെരിഫൈ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ഇതെങ്ങനെയാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടുള്ളത്? നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതായത് ബിഫോർ ഈക്വൽ സൈൻ കിടക്കുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? LHS എന്ന് വിളിക്കും. ആഫ്റ്റർ ഈക്വൽ സൈൻ ഉള്ളതിനെ നമ്മൾ എന്തെന്ന് പറയും? RHS എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ RHS എടുത്തിട്ട് നമ്മൾ ഈ LHSലുള്ളത് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യുക. അതായത് ചുരുക്കി പറഞ്ഞാൽ LHSും RHSും ഈക്വൽ ആണെന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കാണിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്താണ് എടുക്കേണ്ടുള്ളത്? RHS. അതായത് ഈ RHSലുള്ളത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ LHSൽ കിടക്കുന്ന ഈ ഒരു ആൻസർ നമുക്ക് കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും വെരിഫൈഡ് ആണെന്ന്. ഇപ്പം പിടികിട്ടി എൻ്റെ മക്കൾസിന്? ഒന്നുകൂടി മിസ് പറഞ്ഞുതരാം. നമ്മൾ ചെയ്യേണ്ടുള്ളത് RHSലുള്ളത് ഇതെടുത്ത് നമ്മൾ എഴുതുക. അതായത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. എന്നിട്ട് ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ LHSലുള്ളതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഇത് വെരിഫൈ ചെയ്തു. അങ്ങനെ വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് LHSും RHSും ഈക്വൽ ആണെന്നുള്ള രീതിയിൽ. സോ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടുള്ളത്? നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളതെന്ന് വെച്ചാൽ ഈ എക്സ് കൊണ്ട് ഈ സെക്കൻഡ് ബ്രാക്കറ്റ് ഉണ്ടല്ലോ അതിനെ കംപ്ലീറ്റ് അതിലുള്ള ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇതേപോലെ എക്സ് ഇൻറ്റു സെക്കൻഡ് ബ്രാക്കറ്റിൽ എന്താ ഉള്ളത്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇനി എന്താ അടുത്തത് നമ്മൾ ചെയ്യേണ്ടുള്ളത്? ദേ ഇവിടെ ബാലൻസ് ആരുണ്ട്? ഇനി പ്ലസ് വൈ ഉണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ സൈൻ ഉൾപ്പെടെ വേണം നമ്മൾ ഇവിടെ എടുത്ത് എഴുതാനായിട്ട്. കണ്ടില്ലേ? പ്ലസ് വൈ. ഓക്കെ, അതുകൊണ്ടും നമ്മൾ ഈ സെക്കൻഡ് ബ്രാക്കറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് അറിയാമോ? എക്സ് കൊണ്ട് നമ്മൾ എക്സ് സ്ക്വയറിനെ ഇൻറ്റു ചെയ്യും. അതായത് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. സൈനൊക്കെ നമ്മുടെ ഈ ബ്രാക്കറ്റിലുള്ള സൈൻ തന്നെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ആരും ഒന്നും കൊണ്ടുവന്നിടണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ മൈനസ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതേ എക്സ് കൊണ്ട് എക്സ് വൈനെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് വൈ. ഇനി ഇവിടുത്തെ സൈൻ എന്താണ്? പ്ലസ്. ഇനി എന്താ ചെയ്യുക? ഇതേ എക്സ് കൊണ്ട് വൈ സ്ക്വയറിനെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു വൈ സ്ക്വയർ. ഇനി ഇതേ ഇവിടുത്തെ പ്ലസ് സൈൻ വേണം നമ്മളിവിടെ ഇടാൻ. ഇനി എന്താ അടുത്ത് ചെയ്യേണ്ടുള്ള? വൈ കൊണ്ട് എക്സ് സ്ക്വയറിനെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ വൈ ഇൻറ്റു എക്സ് സ്ക്വയർ. ഇനി എന്താണ്? പ്ലസ് ഇൻറ്റു മൈനസ്. എന്ത് വരും? മൈനസ്. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടുള്ളത്? ഈ വൈ കൊണ്ട് നമ്മൾ എക്സ് വൈനെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ വൈ ഇൻറ്റു എക്സ് വൈ. ദെൻ ഇവിടുത്തെ സൈൻ എന്താണ്? പ്ലസ്. ഇനി അതേപോലെ വൈ കൊണ്ട് വൈ സ്ക്വയറിന്. അപ്പോൾ വൈ ഇൻറ്റു വൈ സ്ക്വയർ. കണ്ടില്ലേ? ഇനി എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്താ കിട്ടുന്നത്? എക്സ് ക്യൂബ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് എന്താണ്? എക്സ് സ്ക്വയർ. പിന്നെ ഇവിടെ എന്തുണ്ട്? വൈ. ദെൻ പ്ലസ്. പിന്നെ ഇവിടെ എന്തുണ്ട്? എക്സ് ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് വൈ സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എക്സ് സ്ക്വയർ വൈ. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈ എക്സ് സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ വൈ എന്നും എഴുതാം. ഇങ്ങനെ എക്സ് സ്ക്വയർ വൈ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ദെൻ മൈനസ്. ഇനി എന്തുണ്ട്? എക്സ് ഉണ്ട്. ദെൻ വൈ ഇൻറ്റു വൈ എന്താണ്? വൈ സ്ക്വയർ. ദെൻ ഇവിടുത്തെ പ്ലസ് സൈൻ. ദെൻ വൈ ഇൻറ്റു വൈ സ്ക്വയർ എന്താണ്? വൈ ക്യൂബ്. ഇനി നമുക്കറിയാം ലൈക്ക് ടേംസ് തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയാം അല്ലേ? ലൈക്ക് ടേംസ് തമ്മിൽ നമുക്ക് അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം. ഇനി ലൈക്ക് ടേംസ് വന്നിട്ട് അതിൻ്റെ കോഫിഷ്യൻ്റ് സെയിമും ഡിഫറെൻറ്റ് സൈൻസും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് കളയാനും പറ്റും. ഇത്രയും നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം വേരിയബിൾ വിത്ത് സെയിം പവർ വരുന്ന ടേമുകളെയാണ് നമ്മൾ ലൈക്ക് ടേംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ലൈക്ക് ടേംസ് ഉണ്ടോ എന്ന് നോക്കാം. എക്സ് സ്ക്വയർ വൈ. ഡേ നോക്കിക്കേ, ഇതേപോലെ വന്നിരിക്കുന്നതല്ലേ? ഇത് നോക്ക്, സെയിം വേരിയബിൾ സെയിം പവർ. അതായത് എക്സിൻ്റെ പവർ 2 ആണ്, ഇവിടെയും പവർ 2 ആണ്. ഇവിടെ വൈയുടെ പവർ 1 ആണ്, ഇവിടെയും വൈയുടെ പവർ എന്താണ്? 1 ആണ്. അപ്പോൾ സെയിം വേരിയബിളും ആണ് സെയിം പവറും ആണ് അല്ലേ?
ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അഡിഷൻ ഓർ സബ്ട്രാക്ഷന് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലായി. ഇനി മിസ് പറഞ്ഞു തന്നു സെയിം കോഎഫിഷ്യൻറ്റ് ആണെങ്കിൽ അവിടെ നോക്കിയേ, ഇവിടെ കോഎഫിഷ്യൻ്റ് ഒന്നും ഇല്ലെങ്കിൽ എന്തുണ്ട് 1, ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ എന്തുണ്ട് 1. അപ്പോൾ സെയിം കോഎഫിഷ്യൻറ്റ്, സെയിം വേരിയബിൾ, സെയിം പവർ വന്നിട്ട് ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഡിഫറെൻറ്റ് സൈൻസ് മീൻസ് മൈനസും പ്ലസും ആണെങ്കിൽ. അതേപോലെ ഇതും നോക്കിക്കേ, കണ്ടില്ലേ? സെയിം വേരിയബിൾ, സെയിം പവർ, ഡിഫറെൻറ്റ് സൈൻ എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇനി ബാലൻസ് ഇവിടെ എന്താണ് നമുക്കുള്ളത്? എക്സ് ക്യൂബ്, പിന്നെ ഇവിടെ എന്താ ഉള്ളത്? പ്ലസ് വൈ ക്യൂബ്. ഓക്കെ, അപ്പോൾ നമുക്ക് RHS സൈഡ് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. ഇത് തന്നെയല്ലേ നമ്മുടെ LHS സൈഡിലുള്ളത്? ആണല്ലോ. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? ഇസ് ഈക്വൽ ടു LHS. അതായത് നമ്മൾ RHS ചെയ്തപ്പോൾ ഈക്വൽ ടു LHS ആണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ മിസ് നേരത്തെ പറഞ്ഞു, LHSും RHSും ഈക്വലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഹെൻസ് വെരിഫൈഡ്. ക്ലിയർ? വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ വേണം ഇവിടെയും ചെയ്യാൻ. RHS എടുക്കുക. RHSൽ എന്താ ഉള്ളത്? എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. സോ നമുക്ക് ചെയ്യാം. ഇതെന്ത് ചെയ്യണം? നമ്മൾ സോൾവ് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? എക്സ് കൊണ്ട് നമ്മുടെ സെക്കൻഡ് ബ്രാക്കറ്റിനുള്ള ടേംസിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ നമ്മളെടുത്ത് എഴുതുന്നു. ഇനി ഇവിടെ എന്താ ഉള്ളത്? മൈനസ് വൈ ആണ്. ശ്രദ്ധിക്കുക, എഴുതുമ്പോൾ സൈൻ ഉൾപ്പെടെ വേണം നമ്മളെടുത്ത് എഴുതാനായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ സെക്കൻഡ് ബ്രാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യണം. കണ്ടില്ലേ? ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് എക്സ് കൊണ്ട് ഇതിലുള്ള ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതായത് എക്സ് കൊണ്ട് എക്സ് സ്ക്വയറിനെ, കണ്ടില്ലേ? എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. ഇനി ഇവിടുത്തെ സൈൻ എന്താണ്? പ്ലസ്. ഇനി പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഇതേ എക്സ് കൊണ്ട് തന്നെ എക്സ് വൈനെയും ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് വൈ. ഇനി ഇവിടുത്തെ സൈൻ എന്താണ്? പ്ലസ് സൈൻ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളത്? ഇതേ എക്സ് കൊണ്ട് തന്നെ വൈ സ്ക്വയറിനെയും ഇൻറ്റു ചെയ്യണം. അപ്പോൾ എക്സ് ഇൻറ്റു വൈ സ്ക്വയർ. സൈൻ ശ്രദ്ധിച്ചോണം. ഇനി ദെൻ ഇവിടെ എന്തുണ്ട്? മൈനസ് സൈൻ, നമ്മളത് ഇട്ട് കൊടുത്തു. ഇനി വൈ കൊണ്ട് എന്ത് ചെയ്യണം? എക്സ് സ്ക്വയറിനെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ വൈ ഇൻറ്റു എക്സ് സ്ക്വയർ. ഇനി സൈൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. അതായത് മൈനസും പ്ലസും കൂടി ഇൻറ്റു ചെയ്യണം. മൈനസ് ഇൻറ്റു പ്ലസ് എന്താണ് കിട്ടുന്നത്? മൈനസ്. ഇനി എന്ത് ചെയ്യണം? വൈയും എക്സ് വൈയും കൂടി തമ്മിൽ ഇൻറ്റു ചെയ്യണം. ഇനി വീണ്ടും സൈൻ തമ്മിൽ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. അത് നിങ്ങൾ ആരും മറന്നു പോകരുത്. സൈനുകൾ തമ്മിലും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. ഇനി എന്താ അടുത്ത് ചെയ്യേണ്ടുള്ളത്? വൈയും വൈ സ്ക്വയറും കൂടി തമ്മിൽ ഇൻറ്റു ചെയ്യണം. അപ്പോൾ വൈ ഇൻറ്റു വൈ സ്ക്വയർ is equal to എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് എക്സ് ഇൻറ്റു എക്സ് എന്താണ്? എക്സ് സ്ക്വയർ. ദെൻ ഇവിടെ വൈ ഉണ്ട്. ദെൻ പ്ലസ് എക്സ് ഇൻറ്റു വൈ സ്ക്വയർ എന്താണ് വരുന്നത്? എക്സ് വൈ സ്ക്വയർ. ദെൻ മൈനസ് എക്സ് സ്ക്വയർ, പിന്നെന്തുണ്ട്? വൈ. ദെൻ ഇവിടെ എന്തുണ്ട്? മൈനസ് എക്സ് ഉണ്ട്. ദെൻ വൈ ഇൻറ്റു വൈ എന്താണ്? വൈ സ്ക്വയർ. ദെൻ ഇവിടുത്തെ മൈനസ് സൈൻ. വൈ ഇൻറ്റു വൈ സ്ക്വയർ എന്താണ്? വൈ ക്യൂബ്. ഓക്കെ, ഇനി നമുക്ക് ലൈക്ക് ടേംസ് നോക്കാം. ഇവിടെ നോക്കിക്കേ, എക്സ് സ്ക്വയർ വൈ, ഇവിടെയും എക്സ് സ്ക്വയർ വൈ. ഇവരുടെ കോഫിഷ്യൻ്റ് സെയിം ആണ്, ഡിഫറെൻറ്റ് സൈൻസ് ആണ്. സോ അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കട്ട് ചെയ്ത് കളയും. ഓക്കെ, ഇനി അതേപോലെ ഇവിടെയും നോക്കിയേ, എക്സ് വൈ സ്ക്വയർ, ഇവിടെയും എക്സ് വൈ സ്ക്വയർ, സെയിം കോഫിഷ്യൻ്റ്, ഡിഫറെൻറ്റ് സൈൻ. അപ്പോൾ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കളയും. ഇനി ഇവിടെ ബാലൻസ് എന്തൊക്കെയാണ് ഉള്ളത്? നമുക്ക് എക്സ് ക്യൂബ് ഉണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്? മൈനസ് വൈ ക്യൂബ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കേ, ഇത് തന്നെയല്ലേ നമ്മുടെ LHS സൈഡിലും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇസ് ഈക്വൽ ടു LHS. അപ്പോൾ therefore LHS ഈക്വൽ ടു RHS ആണ്. അപ്പോൾ നമുക്ക് പറയാം ഹെൻസ് വെരിഫൈഡ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയി കാണുമെന്ന് മിസ് വിചാരിക്കുന്നു. സോ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.